പ്രോപ്പർട്ടി വിറ്റ് കിട്ടുന്ന ലാഭത്തിന് ടാക്സ് ഉണ്ടോ? ആ ടാക്സ് ഒഴിവാക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നത് ഈ പ്രോപ്പർട്ടികൾ, പ്രത്യേകിച്ച് ലാൻഡ്, ബിൽഡിംഗ്, വീട്, സ്ഥലം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വിറ്റ് കിട്ടുന്ന ലാഭത്തിന് ഇൻകം ടാക്സ് ഒഴിവാക്കാൻ എന്താണ് ചെയ്യാൻ വേണ്ടി പറ്റുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രോപ്പർട്ടിയെ തൽക്കാലത്തേക്ക് രണ്ടായിട്ട് തരംതിരിക്കുന്നു. ഒന്ന് വീടും സ്ഥലവും, റെസിഡൻഷ്യൽ ആയിട്ടുള്ള ബിൽഡിങ്ങും അതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന സ്ഥലവും. രണ്ടാമത്തത് നമ്മളെ കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള ബിൽഡിങ്ങും അതുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലവും. പിന്നെ വേണമെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് കാല് സ്ഥലം കൂടി ഉൾപ്പെടുത്താം. അപ്പം ഒരു റെസിഡൻഷ്യൽ ആയിട്ടുള്ള ബിൽഡിങ് നമ്മൾ വിറ്റ് കിട്ടുന്ന ലാഭം ഞാൻ പറയുന്ന രീതിയിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തിനുള്ള ഓപ്ഷൻ ഉണ്ട്? എക്സംഷൻ കിട്ടാൻ, അതായത് ആ ലാഭത്തിന് ടാക്സ് അടക്കാതെ ഒഴിവാക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിന് നിങ്ങൾ ആകെ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ വിറ്റ് കിട്ടുന്ന ലാഭം, നമ്മൾ ആദ്യത്തെ വീടും സ്ഥലവും വിറ്റ് കിട്ടുന്ന ലാഭം, റെസിഡൻഷ്യൽ ബിൽഡിംഗ് എന്ന് മനസ്സിലാക്കുക, റെസിഡൻഷ്യൽ ഫ്ലാറ്റ് ആവാം, അപ്പാർട്ട്മെന്റ് ആവാം, ക്വാർട്ടേഴ്സ് ആവാം, എന്തും ആവാം, അത് വിറ്റ് കിട്ടുന്ന ലാഭം പുതിയൊരു വീട്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുക. പുതിയൊരു വീട് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ നമുക്ക് പുതിയൊന്ന് വാങ്ങിക്കാം, അല്ലെങ്കിൽ നമുക്ക് പുതിയൊന്ന് ഉണ്ടാക്കാം, കൺസ്ട്രക്ട് ചെയ്യാം. പുതിയ ഒരു വീട് വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് അതിനൊരു ടൈം ലിമിറ്റ് ഉണ്ട്. ആ ടൈം ലിമിറ്റിനുള്ളിൽ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യണം. ഉദാഹരണത്തിന് നമ്മളിപ്പം മാർച്ച് 1-ാം തീയതിയാണ് നമ്മളൊരു വീട് വിറ്റതെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എക്സംഷൻ കിട്ടാൻ വേണ്ടിയിട്ട് 2025 മാർച്ച് 1-ന് ശേഷം നമുക്കൊരു പുതിയ വീട് വാങ്ങിക്കാം. അതായത് തൊട്ട് മുമ്പുള്ള ഒരു വർഷത്തിനുള്ളിലായിട്ട് വേണമെങ്കിൽ ഒരു പുതിയൊരു വീട് എന്ത് ചെയ്യാം, വാങ്ങിക്കാം. അതേപോലെ ഇനി അങ്ങനെ വാങ്ങിക്കുന്നില്ലെങ്കിൽ നമ്മൾ വിറ്റതിന് ശേഷം, ഈ മാർച്ച് 1-ന് ശേഷം 2028 മാർച്ച് 1-നുള്ളിലായിട്ട് പുതിയൊരു വീട് പർച്ചേസ് ചെയ്യാം. അതായത് 2 വർഷത്തിനുള്ളിൽ, വിറ്റിട്ട് 2 വർഷത്തിനുള്ളിൽ. ഇനി പുതിയൊരു വീട് എടുക്കുകയാണെങ്കിൽ 3 വർഷത്തിനുള്ളിൽ, വിറ്റതിന് ശേഷം, നമ്മൾ ആദ്യത്തെ പ്രോപ്പർട്ടി വിറ്റതിന് ശേഷം 3 വർഷത്തിനുള്ളിൽ പുതിയൊരു വീട് കൺസ്ട്രക്ട് ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യത്തെ വീട് വിറ്റ് കിട്ടുന്ന ലാഭത്തിന് 1 രൂപ പോലും ടാക്സ് അടക്കേണ്ട, ഒഴിവാക്കാനുള്ള ഒരു വഴിയാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അപ്പോൾ ലാഭമാണ് അവിടെ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. അതായത് നിങ്ങളൊരു 50 ലക്ഷം രൂപയ്ക്ക് ഒരു വീട് വിറ്റു, നിങ്ങൾക്ക് സപ്പോസ് ഒരു 20 ലക്ഷം രൂപ ലാഭം ഉണ്ടെങ്കിൽ ആ 20 ലക്ഷം രൂപ നിങ്ങൾ പുതിയൊരു വീട്ടിൽ ഇൻവെസ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് 1 രൂപ പോലും എന്ത് ചെയ്യേണ്ട, ടാക്സ് അടക്കണ്ട.